കുഞ്ഞ് മുന്നോട്ട് ആഞ്ഞു പോരത്തില്ല. ഞാനും ജാനും കൂടി ഇപ്പം ജംഗ്ഷനിൽ വന്ന് ഞങ്ങളുടെ ഒരു പാഴ്സൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പിന്നർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അളങ്ങിരുന്നോളും. സേഫാണ്, നമ്മുടെ കയ്യിലിരിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് സേഫാണ്. മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മിക്കപ്പോഴും എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ബേബി കാർ സീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു മോൾക്കൊരു 7 മാസം ആയത് മുതൽ ഈ ഒരു കാർ സീറ്റിൽ ഇരുത്തിക്കൊണ്ടാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പം ഭയങ്കര സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാർ സീറ്റാണ് ഇത്, ബേബി കാർ സീറ്റാണ്. പിന്നെ ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എന്താ പറയുന്നത് സീറ്റ് ബെൽറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ബക്കിൾസ് ഉണ്ട്, നമുക്ക് അവരെ സേഫ് ആയിട്ട് ഇതിനകത്ത് ഇരുത്താൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതാക്കാൻ പറ്റും, കുറച്ച് ഫിറ്റാക്കി അവരുടെ ബോഡിയിൽ ഫിറ്റാക്കി നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ലൂസ് ആക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിലും അല്ലാതെ നമുക്ക് നിവൃത്തിയും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാർ സീറ്റാണ്. ബേബി ഹഗിന്റെ ഷോറൂമിൽ പോയി വാങ്ങിയ ഒരു കാർ സീറ്റാണ്. നമ്മൾ ഏതായാലും ഇത്ര വില കൊടുത്തൊരു കാർ വാങ്ങുന്നില്ലേ, അപ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സേഫ്റ്റിയും അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നോർമൽ സീറ്റ് ബെൽറ്റ് കൂടെ തന്നെ നമുക്കിത് അറ്റാച്ച് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ അറ്റാച്ച് ചെയ്യേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എത്ര വെയിറ്റ് ഉള്ള കുട്ടികളാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ബ്രേക്ക് ഒന്ന് പിടിച്ചിരുന്നാലും പെട്ടെന്നൊന്ന് ബ്രേക്ക് പിടിച്ചിരുന്നാലും കുഞ്ഞ് മുന്നോട്ട് ആഞ്ഞു പോരത്തില്ല. പിന്നെ ഇതിൻ്റെ കുഷൻസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് കഴിയുമെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്, വീട്ടിൽ ആർക്കെങ്കിലും ഒന്ന് വയ്യ കുഞ്ഞിനെ നമുക്കൊന്ന് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. സീറ്റിൽ ഇരുത്തിയിട്ട് നമുക്ക് ആരെയും കൊണ്ടാണോ ഹോസ്പിറ്റലിൽ പോകണേ, സപ്പോസ് നിങ്ങൾക്ക് ആ പോകണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് കുഞ്ഞിനെ ആ സീറ്റിൽ ഇരുത്തിയിട്ട് സുഖമായിട്ട് പോകാം. ഞാൻ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഈ കാർ സീറ്റിൽ വെക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ സീറ്റിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി 2 സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിങ്ങനെ പൊസിഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബക്കിൾ വരുന്ന പോർഷൻ ഇല്ലേ, ഈ ഒരു ബക്കിൾ വരുന്ന പോർഷൻ അത് അപ്പുറത്തേക്ക് വിട്ടേക്കുക. അത് കഴിയുമ്പം ഇവിടെ നിങ്ങൾക്ക് 2 ഭാഗം കാണാം, അത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ഒരു ഹുക്ക് പോലൊരു സ്ഥലം കിട്ടും. അതിനകത്തോട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ അത് ഉള്ളിലോട്ട് കയറ്റി വെക്കുക. അത് കഴിയുമ്പോൾ ഇവിടെയും ഞാൻ ആദ്യമേ കാണിച്ചു തന്ന ആ ഭാഗമില്ലേ, ഓൾറെഡി ഇവിടെ എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഞാൻ കൂടുതൽ ടൈമും ഇതിങ്ങനെ കാർ സീറ്റിൽ തന്നെ ആയിരിക്കും വെച്ചിരിക്കുന്നത്, കാറിൽ തന്നെ ആയിരിക്കും ഈ ബേബി സീറ്റ് വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് മാറ്റാറില്ല. അത്രയ്ക്ക് നന്നായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇത് അങ്ങനെ ഇങ്ങനെ മൂവ് ആകത്തൊന്നുമില്ല. നമ്മുടെ ആരെങ്കിലും കയ്യിലിരിക്കുന്നതിനെക്കാളും എന്തുകൊണ്ടും സേഫാണ് ബേബി കാർ സീറ്റ്. ഞാൻ കാർ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല, അതാണ് ഇത്ര ചൂടെടുത്തിട്ട് ഭയങ്കര ചൂട് ഞാൻ വിയർക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. കുട്ടികളുടെ സേഫ്റ്റിയെ മാനിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കാർ സീറ്റ് വാങ്ങി വെക്കണം. നിങ്ങൾ തനിയെ ഡ്രൈവ് ചെയ്യുന്ന ഒരു മോമാണെങ്കിൽ മസ്റ്റ് ഹാവ് ആണിത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക, നിങ്ങൾക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആണിത്. എനിക്ക് അത്രയ്ക്ക് യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.